ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു യാത്രയാണ് കേട്ടോ. ഈ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പട്ടാമ്പി കോളേജിൽ വാല്യുവേഷൻ പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളങ്ങനെ കോളേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ സമയം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എൻട്രൻസ് ഇവിടെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഒന്നിങ്ങനെ നമുക്ക് കയറാം. രണ്ട് സൈഡും ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. കോളേജ് എന്ന് പറഞ്ഞാൽ ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കയറി വരുന്ന ആ ഒരു പോർഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നാലും ആ ഒരു കോളേജിൻ്റെ ഉള്ളും ആ ഒരു വൈബൊക്കെ ഒന്ന് കണ്ട് നിൽക്കും കൂടി ഒന്ന് ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പേപ്പർ നോക്കുന്ന ക്ലാസ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ കോളേജിൽ നിന്ന് ഗേറ്റ് കടന്ന വശം തന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ടാണ് ബിൽഡിങ്. ഇത് അവിടുത്തെ ജനറൽ ലൈബ്രറിയാണ്. LMS സിസ്റ്റത്തോടു കൂടി വർക്ക് ചെയ്യുന്ന നമ്മുടെ അടിപൊളി ഡിജിറ്റൽ ലൈബ്രറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു സംഭവങ്ങളെന്ന് പറയുന്നത്. ഇപ്പോഴും ഗേറ്റിൻ്റെ അവിടെ നിന്ന് കടന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയും പോവുകയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഏക്കർ കണക്കിന് സ്ഥലമുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇനി ഒന്നും കൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ലൈബ്രറി നേരിട്ട് അതിൻ്റെ എൻട്രൻസോട് കൂടി തന്നെ ഒന്ന് കാണാം കേട്ടോ. നേരത്തെ പിന്നെ കുറച്ചൊരു മറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് നീങ്ങിയെടുത്താണ്. ഇതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ സൈഡിലായിട്ടാണ് അതിൻ്റെ ശരിക്കും ഇപ്പോൾ ഉള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് റോട്ടിൽ നിന്ന് ആ രീതിയിലേക്കും വേണമെങ്കിൽ ആ വഴിക്കും കയറി വരാം. ഇനി അങ്ങനെ ജസ്റ്റ് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഈ കാണുന്ന കുറച്ച് കോളേജിൻ്റെ 2 ബസ്സുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. MLAയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ ബസ്സൊക്കെയാണിത്. അപ്പോൾ ഈ ഇടയ്ക്കാണത് സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു പഴയ വഴി ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വന്ന വഴി ഇതാണ്. ഇനി ഈ ബോയ്സൊക്കെ നിൽക്കുന്ന ആ നേരെയാണ് ഇപ്പോഴത്തെ പുതിയ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിക്കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്തപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി അതിൻ്റെ പേരൊക്കെ തെളിഞ്ഞ് ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് കോളേജൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ കുട്ടികളും ഉണ്ട്, ടീച്ചേഴ്സ് വാല്യൂഷനിൽ ആണ്. കുറേ പേര് പല കോളേജിൽ നിന്നുള്ള ടീച്ചേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. 5th സെമസ്റ്ററിൻ്റെ വാല്യുവേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം ഒരാഴ്ച ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ദിവസം 25 പേപ്പർ വെച്ചിട്ടാണ് നോക്കേണ്ടത്. അതിൽ ആദ്യത്തെ ദിവസം എന്തായാലും ഉച്ചയ്ക്ക് ശേഷമുള്ള 10 പേപ്പർ മാത്രമേ കിട്ടുള്ളൂ. അതും ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ആപ്പൊക്കെ വഴിയാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ആ പേപ്പറുകളൊക്കെ കിട്ടി നമ്പറൊക്കെ അറേഞ്ച് ചെയ്ത് അസൈൻ ചെയ്തൊക്കെ കിട്ടണം. എന്നിട്ട് നമുക്ക് നോക്കി തുടങ്ങാൻ പറ്റുള്ളൂ. ഇതതിൻ്റെ മെയിനായിട്ടുള്ള ഓഫീസും ബ്ലോക്കുകൾ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനൊക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ കൃത്യമായിട്ട് തന്നെ അതേത് വിഭാഗമെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൽ നമുക്കൊരു 3 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതായത് ലൈബ്രറി ഇതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരിട്ട് കാണുന്നത് മെയിൻ ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒന്ന് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പിന്നെ കാര്യാലയവും പിന്നെ ലൈബ്രറിയും കൂടിയൊരു ബിൽഡിങ്ങാണ് നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ അലോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ ചീഫ് എത്തിയിട്ടോ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓരോ ചീഫും 5 അഡീഷണലും ആയിട്ടാണ്, അങ്ങനെ ഓരോ ടീമായിട്ടാണ് നമ്മൾ പേപ്പർ നോക്കുക. അപ്പോൾ ഞങ്ങളുടെ സാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാല്യുവേഷനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പേപ്പറൊക്കെ നോക്കി കൊടുത്തു കഴിഞ്ഞപ്പം ഈ സാറും ഒന്ന് വെരിഫൈ ചെയ്ത് ഒന്ന് വായിച്ച് കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളപ്പോൾ വെറുതെ ഒന്ന് ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഫുട്ബോളിൻ്റെ കളി നടക്കുക തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ചുമർ ചിത്രമൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. അപ്പോൾ അതാണ് ഒന്നുകൂടി നന്നായിട്ട് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കളി നടക്കുകയാണ്. ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാല്യുവേഷൻ ക്യാമ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു 10 പേപ്പർ മാത്രമാണ്, ഉച്ചയ്ക്ക് ശേഷമുള്ള പേപ്പർ മാത്രമേ ഇപ്പോൾ നോക്കാൻ പറ്റുള്ളൂ. 5th സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ആയിരുന്നു. ഒന്നും എഴുതിയിട്ടില്ല കുട്ടികൾ. എന്താ പേപ്പർ കാണുമ്പോൾ ഭയങ്കര സങ്കടമായി പോയിട്ടാ. ഒന്നും എഴുതാണ്ട് എങ്ങനെ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുക? എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ വളരെ മോശം പേപ്പറാണ് എനിക്കിന്ന് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണിന് കുറച്ച് അധികം പ്രശ്നമായിട്ടുണ്ട്. കാരണം ഓൾറെഡി വായിക്കുന്ന സമയത്തൊക്കെ സ്പെക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് നല്ല ബുദ്ധിമുട്ടുകൾ തുടങ്ങിയപ്പോൾ പേടി പിടിച്ചു. അപ്പോൾ വേഗം ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. ഭയങ്കരമായിട്ട് പവറൊക്കെ ഇത്തിരി പവർ കൂടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അപ്പം തന്നെ കൈയോടെ സ്പെക്സിനൊക്കെ കൊടുത്തു.
അപ്പോൾ അതും കൂടി ഇന്ന് വാങ്ങിയിട്ട് വന്നു. അതാണ് സ്പെക്സ്. ഇനിയിപ്പോൾ ഈ ഒരു ലുക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവ് വേണ്ട. ഇനിയിപ്പോൾ അത് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാ സമയത്തും വായിക്കേണ്ടി വരും. ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പലതരത്തിലുള്ള ഫ്രെയിമുകളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഫ്രെയിമുകളും അതേപോലെ തന്നെ സ്ക്വയറും റൗണ്ടും ഹെക്സഗൺ ഷേപ്പും ഒക്കെ. പിന്നെ ഇപ്പോഴത്തെയൊക്കെ ന്യൂജൻ പിള്ളേരുടെ പോലത്തെ കുറച്ച് വലിയ വലിയ ടൈപ്പും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട വിചാരിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ്. പിന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാഴ്ചയ്ക്കും പ്രോബ്ലം ഉണ്ട്. അതായത് ദൂരത്തുള്ളതിനും ഉണ്ട് അടുത്തുള്ളത്. അപ്പോൾ ആ രണ്ടിൻ്റെയും ലെൻസ് ഇവിടെ വരുന്ന പോലെ വെക്കണമെങ്കിൽ കുറച്ച് വലിപ്പമുള്ള റൗണ്ട് ഈ ഒരു ഭാഗം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് വരുന്ന മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പൊട്ടൊക്കെ വെക്കുമ്പം അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ട പോലെയാവും. അപ്പോൾ അത് വേണ്ട വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് വലിയ കുഴപ്പമില്ല. ഇത് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാണ്ട്. എങ്ങനെയുണ്ട്? വലിയ കണ്ണട കേറ്റ്. അപ്പോൾ കണ്ണ് കാണണ്ടേ, ജീവിച്ചു പോകണ്ടേ നമുക്ക് എന്തായാലും. അപ്പോൾ നിവൃത്തിയൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഭംഗി നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ദിവസം ഇതിട്ടിട്ട് ഇങ്ങോട്ട് ശീലമാവണം. കാരണം ഫുള്ള് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു ലെൻസ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഒന്ന് ഇതിട്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ആവണം. അല്ലെങ്കിൽ വല്ലവിടെയും പോയി തപ്പി തടഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും. പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ അത് ഇട്ടിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇട്ടിട്ട് തന്നെ നടന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. കാരണം ഇതുവരെ യൂസ് ചെയ്തതിന് വ്യത്യാസമുള്ളത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അതും വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പരിപാടി ഉണ്ട് കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ അടുത്ത് വേങ്ങേരി മഹാദേവ ക്ഷേത്രം ഉണ്ട്. അവിടേക്കാണ് വിസിറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർഷത്തിൽ ഒരു ദിവസം പ്രത്യേകമായിട്ടൊരു സുമംഗലി പൂജ നടക്കും. അത് ധനുമാസത്തിലെ 30 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ധനുമാസം 1-ാം തീയതിയാണ്, 30 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ പൂജയ്ക്ക് പങ്കെടുക്കാൻ വിചാരിച്ചു. കാരണം മുന്നേയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് പറ്റാറില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പ്രാവശ്യം ഞാനും അപ്പം കൂടി പോവാന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 5 മണിയൊക്കെ ആയി സമയം. അപ്പോൾ വേഗം പോയി മേലൊക്കെ കഴുകി വരട്ടെ. വന്നിട്ട് നമുക്ക് പൂജയ്ക്ക് പോണ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം എന്നാൽ നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ വേഗം റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തേക്ക് ആയതുകൊണ്ട് സെറ്റ് സാരിയൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രമേ. ഇങ്ങനെ ഉണ്ട്, ചന്തായിട്ടില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് വാച്ചൊക്കെ കെട്ടി വേഗം പോട്ടെ. സമയമായിട്ടുണ്ട്. 6 മണി ആവാറായിട്ടുണ്ട്. അപ്പോഴേക്കും പൂജ തുടങ്ങിയിട്ടുണ്ടാവും എനിക്ക് തോന്നണത്. അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് എത്തിയപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു വിഗ്രഹം ഉണ്ടാക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും പൂജയ്ക്ക് റെഡിയായി നിൽക്കുന്നൊരു സമയത്തിന് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതാണ് 2 തിരുനട എന്ന് പറയുന്നത്. ഫസ്റ്റ് ശിവൻ ശിവപ്രതിഷ്ഠയുള്ള ഭാഗമാണ്. രണ്ടാമത്തത് ഇവിടെ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രതിഷ്ഠകളാണ് വേങ്ങേരി മഹാദേവ ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ മഹാവിഷ്ണുവും മഹാദേവനുമാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളാണ് കേട്ടോ. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേജൊക്കെ വരുന്നത്. അപ്പോൾ സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പരിപാടി നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ കുറേ നാമങ്ങളൊക്കെ ഒന്ന് ചെല്ലും. അതിന് ശേഷം അവിടെ ദീപാരാധന സമയം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ലോണം മണിയൊച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ നട തുറക്കുമ്പോഴും നമുക്ക് ആ ഒരു ഒച്ചയൊക്കെ കേൾക്കായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങനെ ഹരിദാസോത്സവം തുടങ്ങി. പിന്നെ ആ പൂജകളും കാര്യങ്ങളൊക്കെ ഇന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പൂജയൊക്കെ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു ചടങ്ങെന്ന് പറയുന്നത് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന 2 വിഗ്രഹങ്ങളുണ്ട്. അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെയും അതേപോലെ തന്നെ ശിവൻ്റെയും പ്രതിമകളാണുള്ളത്. അപ്പോൾ ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മളിത് ഓരോരുത്തരായിട്ട് എടുത്ത് ആ ഒരു പ്രതിമ ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് വലത്ത് വെക്കുന്നൊരു ചടങ്ങും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ 2 പ്രതിമകൾ ഓരോരുത്തർ കൈകളിലേന്തും. അതിന് ശേഷം
തട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ തട്ടുകളിലൊക്കെ ദീപം കൊളുത്തിയിട്ട് താലം എടുത്തിട്ടാണ് അമ്പലത്തിന് ചുറ്റും നമ്മൾ പ്രദക്ഷിണം നടത്തുന്നത്. അതിനുശേഷം അമ്പലം മുഴുവനും വലത്ത് വെച്ച് പിന്നെ ഉള്ളിലേക്കും കൂടി കടന്ന് അവിടെയും കൂടി പ്രദക്ഷിണം വെച്ചിട്ടാണത് തിരിച്ച് ഇതേ സ്ഥലത്താണ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആവും കേട്ടോ. തിരിച്ച് ഇതേ സ്ഥലം എന്നല്ല, അത് പ്രതിമകൾ വെക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭാഗമുണ്ട്. അവിടെ കൊണ്ടുവന്ന് ആ പ്രതിമകൾ വെച്ചതിന് ശേഷം നമ്മളെടുത്ത താലങ്ങളും കൂടി അവിടെ വെക്കും. പിന്നെ ഇപ്പോൾ ഏകദേശം നല്ലോണം സന്ധ്യ സമയം ആയതുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് വിളക്കുകളെല്ലാം അതിൻ്റെ ഒരു പ്രകാശം കാരണം ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഓരോ പ്രതിമകളായിട്ട് ഓരോരുത്തർക്ക് കൊടുത്ത് ഇനി ആ ഒരു താലത്തിൽ വിളക്കും അതൊക്കെ ഒന്ന് നമ്മൾ കത്തിച്ചുകൊണ്ടാണ് ഇനി അമ്പലം ചുറ്റും നാമത്തോട് കൂടിയിട്ട് പ്രദക്ഷിണം വയ്ക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ ഇനി വരുന്നത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇതാണ് ആ ശിവലിംഗം. നേരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയെടുത്ത രൂപമാണത്. അപ്പോൾ അതിലായിരുന്നു ഇത്ര നേരം നമ്മുടെ അർച്ചനകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. കുങ്കുമവും മഞ്ഞളും എല്ലാം അഭിഷേകം നടത്തിയതൊക്കെ അതിലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും തട്ടുകളൊക്കെ തിരിച്ചെടുത്തു. എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് കാണുന്നത് അർജുനന് പാശുപതാസ്ത്രം നൽകിയുള്ള ആ ഭാവത്തിലുള്ള മഹാദേവ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൂജയൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവർക്കും അതിൽ കണ്ടത് വഴി ഒന്ന് പങ്കെടുക്കുക എന്നുള്ളതും കൂടി ആയല്ലോ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ടൈം ഇതിൽ പങ്കെടുക്കേണ്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് വന്ന് രാവിലെ ബുക്ക് ചെയ്താൽ മതി. നമ്മൾ പോകുന്ന സമയത്ത് തട്ടിൽ വെറ്റില അടയ്ക്ക, പച്ചരി, അതേപോലെ തന്നെ ചെറുപഴം, മഞ്ഞൾ, കുങ്കുമം, ഇതൊക്കെയാണ് വെറ്റില അടയ്ക്ക, ഇതൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത്. പിന്നെ നമുക്ക് പൂക്കൾ വേണമെങ്കിൽ കയ്യിൽ വെക്കാം. മംഗല്യത്തിന് എന്നുള്ള പോലെ എന്തൊക്കെയാണോ കൊണ്ടുവരേണ്ടത് ഇതൊക്കെയാണ് മെയിനായിട്ട് വെക്കുക. അതേപോലെ തന്നെ അവിടെ ശിവലിംഗം മണൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ആ ഒരു സമയത്ത് മാത്രം ഉണ്ടാക്കിയെടുത്ത് അതിലാണ് പൂജകളൊക്കെ ചെയ്യുന്നത്. ഭഗവാൻ വിഷ്ണുവിൻ്റെയും അതേപോലെ തന്നെ ശിവൻ്റെയും ഒക്കെ പ്രതിമ വെച്ചിട്ടാണ് കേട്ടോ ഈ പൂജ. അപ്പോൾ ഈ പൂജയിൽ കുറച്ച് നാമങ്ങളൊക്കെ ആദ്യം ചൊല്ലും. അതിനുശേഷം ലളിതാ സഹസ്രനാമമാണ് പ്രധാനമായിട്ടും അവിടെ ചൊല്ലുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ പ്രതിമകൾ എടുത്തൊന്ന് വലത്ത് വെച്ച് ഉള്ളിലേക്ക് കയറി അമ്പലത്തിൻ്റെ ഉള്ളിലും ഒന്ന് പ്രദക്ഷിണം വെച്ച് തിരിച്ചവിടെ കൊണ്ടുവരണം. അതിന് ശേഷം നമുക്ക് പഞ്ചാമൃതവും അതേപോലെ പായസവുമാണ് കിട്ടുക പ്രസാദമായിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചടങ്ങ് അവിടെ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ദക്ഷിണ വെച്ചിട്ട് ആ ഒരു പ്രസാദം അവിടെ വാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വർഷത്തിലൊരിക്കൽ ചെയ്യുന്നൊരു ചടങ്ങാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ അടുത്തുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധനുമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഒരു 5:30 മണിയാകുമ്പോഴേക്കും എത്തുകയാണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് മുതലേ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. ഞാനെത്താൻ ലേശം ലേറ്റായിപ്പോയി. അതായത് പൂജ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എത്തിയത്. അപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ടിലുള്ള ആ ഒരു ശിവലിംഗം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കറക്റ്റ് ആ ഒരു തുടങ്ങാൻ നിൽക്കുന്ന ഒരു സമയത്താണ് എല്ലാവരും തട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ച് ആ ഒരു സമയത്താണ് കേട്ടോ എത്തിയത്. എന്നാലും അതിന് നമുക്ക് പങ്കുകൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണല്ലോ വലിയൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ പൂജയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ചെയ്യേണ്ട ആൾക്കാരൊക്കെ നേരത്തെ തന്നെ ഒന്ന് ഓർത്തിട്ട് ബുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ വാല്യൂഷൻ ക്യാമ്പും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം നമുക്ക് ഈ ഒരു പൂജയിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.